അത്തോളി ഗ്രാമപഞ്ചായത്തിലെ പുതിയ കുന്നുമ്മൽ കോളനി നിവാസികൾ വർഷങ്ങളായി നേരിടുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായില്ല. പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളിലെ സ്ത്രീകളും കുട്ടികളുടെയും നേതൃത്വത്തിൽ അത്തോളി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുടിവെള്ള പദ്ധതിക്കായി ഫണ്ട് അനുവദിച്ച് നൽകിയിട്ട് 8 വർഷത്തോളമായി. എന്നാൽ ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. അത്തോളി ഗ്രാമപഞ്ചായത്തിലെ 4-7 വാർഡുകൾ ഉൾപ്പെടുന്ന പുതിയ കുന്നുമ്മൽ കോളനി നിവാസികളാണ് വർഷങ്ങളായി കുടിവെള്ളക്ഷാമത്തിന് പ്രയാസം നേരിടുന്നത്. എന്നാൽ വർഷം ഇത്രയായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളിലെ സ്ത്രീകളും കുട്ടികളും അത്തോളി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. വേനൽക്കാലവും ചൂടും രൂക്ഷമായതോടെ കുടിവെള്ളക്ഷാമം വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ്. ജില്ലാ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിക്കായി ഫണ്ട് അനുവദിച്ച് നൽകിയിട്ട് 8 വർഷത്തോളമായി. എന്നാൽ ഇതുവരെ ഈ പദ്ധതി പ്രാവർത്തികമായിട്ടില്ല എന്നും പല കാരണത്താൽ വീഴ്ച സംഭവിക്കുകയാണെന്ന് അധികൃതർ പറയുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ, പ്രായമായവർ, അംഗവൈകല്യമുള്ള ആൾക്കാർ എല്ലാം ഉള്ള വീടാണ്. ഓരോ പ്രാവശ്യം സ്ഥാനാർത്ഥികൾ വരുമ്പോഴും ഞങ്ങൾക്ക് വെള്ളം തരാമെന്നുള്ള വർത്താനല്ലാണ്ട് ഇതുവരെ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല എന്നല്ല. കോൺഗ്രസിൻ്റെ മെമ്പർ സുനിൽകുമാർ ആയപ്പോൾ ഒരു 4 കൊല്ലം പഞ്ചായത്തിൻ്റെ വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ അത് അറ്റകുറ്റപ്പണികൾ കാരണം ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നില്ല. ജപ്പാൻ്റെ ഓവ് കയറിയ കാരണം അതും മുടങ്ങിക്കിടക്കുക. ജില്ലാ പഞ്ചായത്തിൻ്റെ വെള്ളം ഞങ്ങൾക്ക് അനുവദിച്ചിട്ട് ഈ 8 കൊല്ലമായി. ഇതുവരെ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. കിണർ വൃത്തിയാക്കിയിട്ടില്ല, അത് ചെയ്തില്ല, അവിടെ വാട്ടർ ലെവൽ റെഡി ആയിട്ടില്ല, ടാങ്കിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ കൂടി നിൽക്കുന്ന എല്ലാവരും ഒരേപോലെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. പട്ടികജാതി കോളനിയായ പുതിയ കുന്നുമ്മൽ പ്രദേശത്ത് നിരവധി അസുഖബാധിതരായ വയോധികരും ഭിന്നശേഷിക്കാരും താമസിക്കുന്നുണ്ട്. ഈ പ്രദേശത്താണ് കുടിവെള്ളക്ഷാമം നേരിടുന്നത്. അത്തോളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 2024-25 പദ്ധതി അവലോകന യോഗത്തിൽ ഇക്കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ അവതരിപ്പിച്ചതായും തുടർ നടപടികൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് അധികൃതർ അറിയിച്ചതെന്ന് വൈസ് പ്രസിഡന്റ് CK റിജേഷ് പറഞ്ഞു. 2024-25 പദ്ധതി അവലോകനത്തിന് യോഗത്തിൽ പ്രസിഡന്റ് പോകും, പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഞാൻ പോകും. അങ്ങനെ ഞാനായിരുന്നു പോയത്. ഞാൻ അന്നേരം ഈ പദ്ധതിയിൽ ഇവിടെ ഉണ്ട് എന്നിട്ടാ പ്രൊജക്റ്റ്. അന്നേരം ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ, എവിടെ എത്തി ചോദിച്ചു. അന്നേരം പറഞ്ഞു അത് ടെൻഡർ പ്രൊസീജിയറിലാണ്, അത് ടെൻഡർ എടുക്കാൻ വേണ്ടി ആളെ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നന്നായിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം, വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഇതിന് ശേഷം ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് പ്രൊസീജിയറുകൾ ഇനി പോയി നോക്കിയാലേ നമുക്കറിയാം. താൽക്കാലിക പരിഹാരമായി പദ്ധതിക്കായി ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച കിണർ വൃത്തിയാക്കി വരും ദിവസങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് ശ്രമം നടത്തുമെന്നും ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി ഉടൻ തന്നെ പൂർത്തീകരിക്കാനും ആവശ്യപ്പെടുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK റിജേഷ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, അത്തോളി.